പോകുന്ന ടോക്സിക് പേഴ്സണാലിറ്റി അഥവാ നെഗറ്റീവായ ആളുകളെ കുറിച്ച്. വാക്കുകളെ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തേത്, നമ്മളൊഴിച്ച് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ശരിയല്ല എന്ന തോന്നൽ. നമ്മുടെ അയൽ വീടുകളിലുള്ള ആളുകൾ അവരെ വിലയിരുത്തിയിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള അയൽ വീടിനെ കുറിച്ച് അപ്പുറത്തെ അയൽ വീട്ടിലെ ആളോടായിരിക്കും. അവര് പോയി വരുന്നത് ശരിയല്ല, അവൻ അവിടെ ജോലിക്ക് പോകുന്ന, അവൻ ഇത്രയാ സാലറി, അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, അവൻ അവൻ്റെ ഭാര്യയുമായിട്ട് നല്ല രീതിയിലല്ല, പല കാര്യങ്ങളും പറയാനായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതവുമായി ബാധിക്കാതിരിക്കുമ്പോഴും നമ്മുടെ തൊട്ട അയൽ വീട്ടിലെ ആളുകളെ, അവരുടെ മാറ്റത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ വേറെ ആളുകളുമായിട്ട് പറയാറുണ്ടോ? അവർ അവരുടെ നേട്ടങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് പുച്ഛമുണ്ടാകുന്നുണ്ടോ? അയാളുടെ മകൻ നന്നായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളാണ്, അയാളുടെ മകൻ നന്നായാലും കുറഞ്ഞാലും നമുക്കൊന്നുമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ അയാളെ കുറിച്ചൊരു പുച്ഛം നമ്മുടെ ഉള്ളിൽ, ഒരു പുച്ഛം എന്ന് പറയുന്ന, നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ്, ബാക്കിയുള്ള ആളുകളൊന്നും അത്ര വെടുപ്പല്ല, അവരൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല അവരുടെ പ്രവർത്തികൾ എന്ന ചിന്ത. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് പങ്കുവെക്കാറുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ സുഹൃത്തുണ്ടാവില്ല. ആ സുഹൃത്തുക്കൾ, കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ആ സുഹൃത്തുക്കളോടൊക്കെ വേറെ പലരെ കുറിച്ചാണ് നിങ്ങൾ പറയാ. നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുകയും നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ഇനി ആരാണോ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരാൾ, അയാളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അടുപ്പോ ഒന്നും വേണ്ട. നിങ്ങൾ അയാളുടെ ഒപ്പം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ഒരാൾ ആ സംസാരത്തിൽ കടന്നു വരികയും അയാളുടെ കുറ്റവും കുറവും ആണോ നിങ്ങൾ ഈ പരിചയപ്പെടുന്ന ആളോട് പറയുന്നത്? നിങ്ങൾക്ക് വേറെ സംഭാഷണങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ നെഗറ്റീവ് പറയാനായിട്ട് നിങ്ങളുടെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അറിവും എൻ്റെ ചിന്തയുമാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വേറൊരാളെ ഇകഴ്ത്തി കാട്ടാൻ ഇത്തരം ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ